എനിക്ക് കുറേ കാലമായിട്ടേ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടി. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിൽ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാന്ദ്രയാനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇൻ്റർസ്റ്റെല്ലർ സിനിമേനേക്കാളും ചിലവ് കുറവായിരുന്നു. ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവണത്? ഞാൻ അതിനെക്കുറിച്ചൊന്ന് നോക്കി. അപ്പോൾ കുറച്ച് മൾട്ടിപ്പിൾ റീസൺ ഉണ്ട്. ഒന്നാമത്തെ റീസൺ പറയാം. നാസേൻ്റെ ഒരു സ്പേസ് പ്രൊജക്റ്റ് ഉണ്ട് എന്ന് കരുതുക. അതിനാവശ്യമുള്ള ഈ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ, ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള സാധനങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്തിട്ട് ഇത് നാസയ്ക്ക് തിരിച്ചു കൊടുക്കും. എന്നാൽ ISROൻ്റെ കേസിൽ അങ്ങനെയല്ല. ISROയിലുള്ള സയൻറ്റിസ്റ്റുകളും വർക്കേഴ്സും തന്നെയാണ് എല്ലാ പണികളും ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് നോക്കി നോക്കൂ. ആ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? കോൺട്രാക്ടർക്ക് അവരെ വർക്കേഴ്സ് അവരെയൊക്കെ പ്രോഫിറ്റ് നോക്കും. നേരെ മറിച്ച് ISROൻ്റെ കേസ് അങ്ങനെയല്ല. ISROയിലുള്ള വർക്കേഴ്സും സയൻറ്റിസ്റ്റുകളും തന്നെയാണ് അവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഒന്നും കൊടുക്കണ്ട, അവരുടെ സാലറി കൊടുത്താൽ മതി. ഇനി അടുത്തതൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സംഭവമുണ്ട്. മംഗല്യാൻ, ഇന്ത്യൻ്റെ ISROൻ്റെ ചൊവ്വ ദൗത്യം, ഇത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ഒബ്ജക്റ്റീവ്. നാസേൻ്റെ ഒരു ചൊവ്വ ദൗത്യം, ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഫുള്ള് മാർസിനെ കുറിച്ച് ഫുള്ള് പഠിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി സ്കൂളിൽ പോകണം, അതാണ് അവൻ്റെ ലക്ഷ്യം. വേറൊരു കുട്ടി അവൻ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. ഒരു കുട്ടിക്ക് സ്കൂളിൽ പോയാൽ മതി, മറ്റേ കുട്ടിക്ക് സ്കൂളിൽ പോയാൽ മാത്രം പോരാ, പഠിക്കുകയും വേണം. അപ്പോൾ നാസേൻ്റെ ഒരു പ്രൊജക്റ്റ് എന്തുണ്ടാവും? ആ മാർസിനെ കുറിച്ച് ഫുള്ള് പഠിക്കും. എന്നാൽ നമ്മുടെ ISROൻ്റെ പ്രൊജക്റ്റോ അവിടെ പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്, ഏറ്റവും വലിയ ലക്ഷ്യം. ഇനി അടുത്താണ് ഏറ്റവും ചിലവേറിയ സംഗതി. ഇപ്പോൾ നാസ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് 2 റോക്കറ്റ് ഉണ്ടാക്കും. ആദ്യത്തേത് ഫുള്ള് പരീക്ഷണങ്ങൾ മാത്രം. ഇതവിടെ സർവൈവ് ചെയ്യുമോ, സക്സസ്ഫുൾ ആവുക, അമ്മ ചെയ്യാൻ പറ്റിയതെല്ലാം ചെയ്യും. എന്നിട്ട് ഈ തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് വേറൊരെണ്ണം ഉണ്ടാക്കും. അതാണ് സ്പേസിലേക്ക് പോകുന്നത്. എന്നാൽ ISROൻ്റെ കേസിൽ അങ്ങനെയല്ല. അവർ ഒരെണ്ണം പണിഞ്ഞാൽ ആ ഒരെണ്ണത്തിൽ തന്നെ എല്ലാ പരീക്ഷണം ചെയ്തിട്ട് അത് സർവൈവ് ചെയ്യും തോന്നിക്കഴിഞ്ഞാൽ നേരെ പോവും സ്പേസിലേക്ക്. അവിടെ 2 എണ്ണം പണിയണ സ്ഥാനത്ത് ഇവിടെ ഒരെണ്ണേ പണിയുള്ളൂ. ഇനിയും കുറച്ച് റീസൺസ് ഉണ്ട്. എന്നാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 കാരണങ്ങൾ.